ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം ഇക്കാൻ്റെ ഉമ്മാൻ്റെ ഒപ്പം പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയ വിശേഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ നെയ്ബറായ ഒരു വല്യമ്മക്ക് കേട്ടോ തീരെ സുഖമില്ല. ഒരു കുറേ ദിവസമായിട്ടോ അഡ്മിറ്റായി കിടക്കണം. അപ്പം പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ എന്താക്കി, വൈകുന്നേരം 5 മണി മുതലാണ് കേട്ടോ വിസിറ്റിങ്. അപ്പം നമ്മൾ എന്താക്കി 5 മണിയൊക്കെ ആയപ്പോഴേന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി അതിന് ഇനിയിപ്പോൾ ഓട്ടവും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് പെട്ടെന്ന് ഇട്ടു കേട്ടോ വണ്ടി. ഇടയ്ക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ധൃതിയുള്ള സമയത്താണ് കുറച്ചധികം നേരം നമ്മൾ കാത്തിക്കേണ്ടി വരും കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെയായിരുന്നു, കുറേ നേരം കാത്തുനിന്നു. പിന്നെ കുറേ നേരം അഭിതാത്താനോടൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. അങ്ങനെ ഒരു ആന നമുക്ക് വണ്ടി ഇട്ടിട്ടോ. വണ്ടി ഇട്ടിട്ട് ഇപ്പം നേരെ പോകുന്നത് നമ്മൾ നേരെ ടൗണിലേക്കാണ് കേട്ടോ, മേപ്പായ ടൗണിലേക്കാണ്. അവിടെ നിന്നാണ് നമുക്ക് ബസ് ഇട്ടോ. നമ്മൾ വിചാരിച്ചു ഓട്ടോയിൽ പോകേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ബസ് പോകാൻ, കാരണം ഇടയ്ക്കിടയ്ക്ക് മിനിറ്റിന് അവിടെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ബസ് കിട്ടും കേട്ടോ. അങ്ങനെ ഇതൊക്കെ കയറ്റി. അപ്പോൾ ഇച്ചുവിന് ചെറുതായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് യാത്ര പോവുകയാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ആൾ ഫുള്ള് എനർജിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ വീട്ടിലെത്തുമ്പോഴായിരിക്കും പനിയും ജലദോഷം ഒക്കെ തിരിച്ചു വരിക കേട്ടോ. പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് സ്കൂൾ കുട്ടികളെ തിരക്കിയിരുന്നു കേട്ടോ. കാരണം ഫുള്ള് കുട്ടികളെ, അതുപോലെ തന്നെ ബസ്സിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ബസ്സിൽ പിന്നെ നമുക്ക് സീറ്റ് കിട്ടി, കാരണം കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സീറ്റ് ഉറപ്പാണല്ലോ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും സീറ്റൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെതാ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ നേരം നിന്നു. പക്ഷേ അവിടുന്ന് നമുക്ക് വിംസ് ഹോസ്പിറ്റലത്തെ ഏതോ ബസ് പോയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ നമ്മൾ എന്താക്കി, വടുവഞ്ചാൽ ബസ് കയറിയിട്ട് പിന്നെ അവിടുന്ന് നേരെ ഓട്ടോ പിടിക്കുകയെന്ന് കേട്ടോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം കുറേ മാറ്റങ്ങൾ വന്നു കേട്ടോ. വിംസ് ഹോസ്പിറ്റലും ഞാനും എന്താ പറയുക, ഫാമിലീനെ പോലെ എന്നൊക്കെ വേണം പറയാം കേട്ടോ. കാരണം എൻ്റെ 2 ഡെലിവറിയും അവിടെ തന്നെയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും സുഖമായിട്ടൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വിംസിലേക്കാണ് കേട്ടോ പോവുക. അപ്പോൾ എപ്പോഴും ഡെയിലി വരുന്നതുകൊണ്ട് തന്നെ ഇച്ചൂനും ഇവിടുത്തെ വഴിയും ഹോസ്പിറ്റലിലൊക്കെ കറക്റ്റ് അറിയാം കേട്ടോ. അങ്ങനെ ഇതാ എസനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ ലിഫ്റ്റ് കയറിയിട്ട് അങ്ങനെ പോയച്ചു. അപ്പോൾ ലിഫ്റ്റ് കാത്തിക്കുന്ന സമയത്ത് അതിപ്പോൾ മുകളിൽ പോയിട്ട് വരണം കേട്ടോ. അപ്പം പിന്നെ ഇതാ ഈ സൈഡിൽ കൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അവിടുന്ന് പിന്നെ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യം 2nd ഫ്ലോർ പോയി, പിന്നെ 1st ഫ്ലോർ പോയി, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇച്ചൂന് ഒരു ഐസ്ക്രീമൊക്കെ കൊടുത്ത് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മളെ വല്യമാനെ കണ്ടതും വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറേ ആൾക്കാരുണ്ട് കേട്ടോ വാർഡിൽ. അപ്പം പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ തന്നിട്ടില്ല. പിന്നെ ഇതാ പോകുന്ന ടൈമിലുള്ള സൺസെറ്റാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷേ മര്യാദയ്ക്കുള്ള ഫോട്ടോ കിട്ടിയില്ല കേട്ടോ. പിന്നെ തിരിച്ചിതാ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ചായയും കടയൊക്കെ കുടിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയിട്ടോ, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ചായ കുടിക്കാൻ കയറിയിട്ട് അപ്പോൾ ചായയും അതുപോലെ തന്നെ ഒരു പരിപ്പോടിയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെ പോയാലും അധികം മേടിക്കാൻ പരിപ്പോടിയാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ്. ഇന്നും അതുപോലെ തന്നെ അതൊക്കെ വാങ്ങി. അല്ലെങ്കിൽ ഇപ്പം വൈകുന്നേരം സമയമൊക്കെയാണെങ്കിൽ ഷവർമയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ മേടിക്കൽ. പിന്നെ പോകുമ്പോൾ നമ്മൾ പച്ചക്കറി കടയിൽ കാവത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ നിൽക്കാം കേട്ടോ. പിന്നെ അത് അവിടുന്ന് ഒരു ഓട്ടോയും പിടിച്ചത് പിന്നെ നേരെ വീട്ടിലേക്ക് കണ്ടിട്ടോ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാ ഇവർ 2 പേരും നല്ല കളിയിലാണ്, പൗഡറൊക്കെ എടുത്തിട്ട് ഫുൾ കളിയിലാണ് കേട്ടോ. പിന്നെ അത് അടുത്ത ദിവസം ഇതുപോലെ തന്നെ എസൻ്റെ മുട്ടടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആളെ മുടി മുട്ടടിച്ചിട്ട് കുറേ ആയി. ഇപ്പം ഡിസംബർ 1 കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് അടിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ മുടി മുട്ടടിച്ചിട്ടുണ്ട്. അപ്പം മുടി ഇവർക്ക് കുറവ് ചെയ്യുന്നു കേട്ടോ. അപ്പം പിന്നെ ഒന്ന് മുട്ടടിക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്നിപ്പം ഇക്കാൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ. ആള് മല്ലിയും മുളകും നമ്മൾ സാധനങ്ങൾ വാങ്ങിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് മേപ്പാടി പോകുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ. അപ്പം പിന്നെ ഞാനും കൂടി പോയിട്ടു. എന്നാൽ പിന്നെ ഇവരെ മുട്ട അടിച്ചിട്ട് വരാമല്ലോ. അപ്പം ഇച്ചുവിൻ്റെ മുട്ട അടിക്കാനൊന്നും വിചാരിച്ചിട്ടില്ല, എസൻ്റെ മാത്രമേ വിചാരിച്ചു. പിന്നെ അതാ ഇച്ചു അവിടെ നിന്ന് കരഞ്ഞു കേട്ടോ. കാരണം ഓളം മുട്ടടിക്കുന്ന പറഞ്ഞപ്പം ഓനിക്ക് മുട്ടടിക്കാന്ന് പറഞ്ഞിട്ട് ഫുൾ കരച്ചിലൊക്കെ ചെയ്യുന്നു കേട്ടോ. അപ്പം പിന്നെ ഓനും കൂടി മുട്ടടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ 2 സീറ്റിൽ. അപ്പോൾ ഇച്ചുവിൻ്റെ അത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. എസ പിന്നെ എൻ്റെ ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൻ്റെ കയ്യാ നേരത്തെ ഞാനും അപ്പുറത്തെ സീറ്റിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ 2 പേരും മുട്ടടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളധികം ഈ ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ വരുത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ അപ്പത്തേക്ക് മല്ലി മുളകൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാവേലി പോയിട്ടായിരുന്നു കേട്ടോ മുളകൊക്കെ വാങ്ങിയത്. അപ്പം അവിടുന്ന് മല്ലി കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടായിരുന്നു മല്ലി വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതും വാങ്ങി. പിന്നെ മോനൂസിനും കുഞ്ഞു പെണ്ണിനൊക്കെ മുട്ടായി വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള മുട്ടായും കൂടി വാങ്ങിയിട്ട് ഇനി നേരെ വീട്ടിലോട്ടേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ 2 ദിവസത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.